ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫീഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പലയിടത്തും പന്നിയിറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല. പക്ഷെ അവിടെ ബീഫും ആകാം, ആട്ടിറച്ചിയാകാം, കോഴിയിറച്ചി, പക്ഷെ പന്നിയിറച്ചി പാടില്ല. ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ. കേരളത്തെ കുറിച്ചാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇരുന്നിട്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഏതൊരു വിദേശ നാട്ടിലാണ്, ലണ്ടനിൽ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മാത്യു സംതിങ്, ജോർജ് മാത്യു തോമസ് സംതിങ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇസ്ലാമിക ഭീകരന്മാർ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എന്നുള്ള പൊതു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ ചില പ്രദേശത്ത് ബീഫ് മാത്രമേ വിൽക്കാൻ സാധിക്കുള്ളൂ, പന്നിയിറച്ചി വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് തുടർന്ന് ഒന്ന് കേട്ടു നോക്കാം. ഇത് തീർച്ചയായിട്ടും കേൾക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ്, നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ്. ഇല്ലാത്ത ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണോ എന്നുള്ള സംശയത്തിന് പുറകാണ്. ഇത് ഒരു കൃസംഖ്യ ആയിരിക്കാമോ എന്നുള്ള സംശയം കൂടി എനിക്കുണ്ട്. ആലുവ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽക്കുന്നില്ല. പന്നിയിറച്ചി അവിടെ ഉള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നിയിറച്ചി വാങ്ങുന്നത്. സുഹൃത്തുക്കളെ, ആലുവക്കാരെ കൃത്യമായിട്ട് ഇത് ആലുവക്കാര് കൃത്യമായിട്ട് ഈ വീഡിയോ കാണണം. ആരെങ്കിലും ഇത് വീഡിയോ കാണാമെങ്കിൽ, ആലുവക്കാർ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ദയവ് ചെയ്ത് അയച്ചു കൊടുക്കണേ. കാരണം ആലുവക്കാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഇദ്ദേഹം പറയുന്ന ആലുവയിൽ പന്നിയിറച്ചി കിട്ടില്ല. പന്നിയിറച്ചി കിട്ടും, പക്ഷേ ബീഫും ചിക്കനൊക്കെ വിൽക്കുന്ന ആ ഒരു ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ പന്നിയിറച്ചി വിൽക്കുന്നില്ല. പന്നിയിറച്ചി വേറെ മാറിയിട്ട് ദൂരെ പോയിട്ട് വാങ്ങിക്കണം. ആ ബീഫും ചിക്കനൊക്കെ കിട്ടുന്ന സ്ഥലത്ത് അതൊക്കെ വിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ പോയിട്ട് പന്നിയിറച്ചി വിൽക്കാൻ അവിടുത്തെ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിനകത്ത് അനുഭവമുണ്ട് എന്നാണ്. ഒന്ന് കേട്ടു നോക്കൂ. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറ്റും. ഇതേപോലെ കേരളത്തിലെ പല മാർക്കറ്റുകളിലും ഇവരുടെ രീതിയിലായ മതഭ്രാന്തന്മാർ പല കാര്യങ്ങള് കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ നിലമ്പൂര് ചില ഭാഗങ്ങളിലൊക്കെ ഈ പോർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട പല ഭാഗത്ത് അവിടെ ക്രൈസ്തവർ താമസിക്കുന്നവർ ടീച്ചേഴ്സായിട്ടൊക്കെ വന്ന് പഴയ ജോലി ചെയ്ത് സെറ്റിൽ ആയിട്ടുള്ളവരുണ്ട്. അതായത് കഴിക്കുന്ന ആഹാരത്തോട് പോലും, അവരെന്താണ് കഴിക്കുന്ന ആഹാരം, അതിനോട് പോലും പ്രശ്നമുണ്ടാക്കുന്നതാണ് ഈ വലിയ സാംസ്കാരിക കേരളം എന്ന് പറയുന്നത്. അതങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതിനെ മറ്റുള്ളവരെ നിർബന്ധിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോയില്ല. അതിന്റെ പേരിൽ അതങ്ങ് നടപ്പിലാക്കി. ഇത് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് എതിർക്കുകയും ഇന്ന് എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ആകണം. ഇവർ തന്നെയല്ലേ പറയുന്നത് അവര് ബീഫ് കഴിക്കും. ഏത് മലയാളിയാ ബീഫ് കഴിക്കുക? അതെന്റെ എല്ലാ സുഹൃത്തുക്കളും, അതായത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം, എല്ലാവരും ബീഫ് കഴിക്കും. പക്ഷെ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് ആലുവായി വെച്ച് പരിചയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള, ഇവരാരും തന്നെ പോർക്ക് കഴിക്കുന്നത്. പോർക്ക് വലിയ ഭീകര സംഭവമായിട്ടാണ് ഇവര് കരുതിയിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പോർക്കാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന്റെ ഒരു സംശയമില്ല കേട്ടോ. പക്ഷെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് വലിയ കൺഫ്യൂഷനും സംശയമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്ത് പോർക്ക് കിട്ടും എന്ന് പറയുന്നത്. മലപ്പുറത്ത് പോർക്ക് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കാരണം ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ കൂടുതലായിട്ട് ജനസംഖ്യ ഉള്ളത് ഈ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുക ബീഫായിരിക്കും. ഒപ്പം തന്നെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കിട്ടും. ഞാൻ ഈ മലപ്പുറം കാലാണ്, ഏകദേശം തൃശ്ശൂരിന്റെ കുന്നംകുളത്തിനൊക്കെ തൊട്ടടുത്താണ്. പക്ഷെ എൻ്റെ തന്നെ അവസ്ഥ പറയാം. ഞാൻ കുന്നംകുളത്തിന് തൊട്ടടുത്തായിട്ടും തൃശ്ശൂരിന് തൊട്ടടുത്തായിട്ടും, കുന്നംകുളത്തൊക്കെ അത്യാവശ്യം ബീഫല്ല ഈ പോർക്ക് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇതുവരെ പോർക്ക് വെച്ച് കഴിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ സ്റ്റിൽ ഒരൊറ്റ തവണ എങ്ങാണ്ട് ഒരിക്കൽ പണ്ട് ഒരു ഷാപ്പിൽ പോയ സമയത്ത് ഒരിക്കൽ ഒരല്പം പോർക്ക് കഴിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് എനിക്കത് ഇഷ്ടമായില്ല. എനിക്ക് ഇതുവരെ കഴിച്ച് ശീലമില്ലാത്ത ഇറച്ചായതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമില്ല. പക്ഷെ ഏറ്റവും നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാന്നൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. ഇനി കിട്ടിയാൽ കഴിക്കുകയും ചെയ്യും, ഒരു സംശയമില്ല കേട്ടോ. പോർക്കിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും കഴിക്കും. അത് കഴിക്കാതെ ഏതെങ്കിലും ഇറച്ചിയോ മത്സ്യമോ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്ന വ്യക്തിയില്ലാതെ തിന്നാൻ പറ്റുന്ന എന്തും തിന്നാൻ നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്നതിനാൽ ഞാനത് കഴിക്കാൻ നോക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മലപ്പുറത്ത് കിട്ടുന്നതിനാണ്. ഇത് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മലപ്പുറത്ത് അത് വിൽക്കുമെന്നേ. കഴിക്കാൻ ആളുണ്ടെങ്കിൽ അത് വിൽക്കുന്നതിൽ ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണ് നമ്മളിവിടുത്തെ മലപ്പുറത്തുകാരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. അതൊരു പക്ഷേ ചിക്കനും ബീഫൊക്കെ വിൽക്കുന്നതിനൊപ്പം തന്നെ അവരെ വിൽക്കാൻ മടിയൊന്നുമില്ല. പക്ഷെ ആലപ്പുഴയിൽ ഇതിങ്ങനെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരല്പം പ്രശ്നമാണ്. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് മാറിയേനെ. നോക്കൂ, ബീഫ് വിൽക്കുന്നുണ്ട്, ചിക്കൻ വിൽക്കുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് പോർക്ക് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, പോർക്കിനെ മാത്രം കുറെ ദൂരെ കൊണ്ടുപോയിട്ടാണ് വിൽക്കുന്നത് എന്ന അവസ്ഥ ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടില്ലേ? അത് പിറ്റേ ദിവസം മാധ്യമങ്ങൾ വരില്ലേ? പിറ്റേ ദിവസത്തെ വാർത്ത ആവില്ലേ? വലിയ പ്രശ്നമാവില്ലേ?
ഇവിടുത്തെ പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സംഘടനകളും പുരോഗമനം എന്ന് പറഞ്ഞു നടക്കുന്ന ഈ രാഷ്ട്രീയക്കാരെല്ലാരും കൂടിയിട്ട് ആ പോർക്ക് വിട്ടുന്നത് മിക്കവാറും ഈ ബീഫ് വിട്ടിട്ട് തൊട്ടടുത്തന്നെ കൊണ്ടുപോയിട്ട് വിട്ടില്ലേ? അങ്ങനെ സമരമുറ ഇവിടെ കടുപ്പിച്ച് കൊണ്ടുപോകില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരല്പം സംശയമുണ്ട്. ഇത് കൃത്യമായിട്ടും ഇല്ലാത്ത ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യണം. മുസ്ലിങ്ങൾ മുഴുവൻ ഭയങ്കര പ്രശ്നക്കാരാണ്. കേരളം മുഴുവൻ മുസ്ലിങ്ങൾ ഇത് അടുത്ത കാലഘട്ടത്തിൽ അങ്ങോട്ട് പിടിച്ചെടുക്കും. പിന്നെ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. എന്താ പണ്ട് എങ്ങാണ്ട് നമ്മുടെ തമിഴ് ചാനലില് കേരളത്തില് മലപ്പുറം എന്നൊരു നാടിറുക്ക് അങ്ങേ ഹിന്ദുക്കൾക്ക് പോക മുടിയലെ, അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയാ വലിയ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ തമിഴ് കൃത്യമായിട്ട് അറിയില്ല, വലിയ പ്രശ്നം ഉണ്ടാവും എന്ന രീതിയിലൊക്കെ നടന്നായിരുന്നു. ഭാഗ്യത്തിന് അതിന്റെ ക്യാമറമാൻ മലപ്പുറത്തുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മലപ്പുറത്തുകാരനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ അവിടെ താമസിക്കുന്നത്, എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല. അപ്പുറത്ത് മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കും, തൊട്ട അയൽവാസികൾ മുസ്ലിം ഉണ്ടായിരിക്കും. നോക്ക്, എന്റെ തൊട്ട അയൽവാസികൾ മുസ്ലിങ്ങളാണ്, എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവരാണ്, നല്ല ഫ്രണ്ട്സുകളാണ്. അവർ മുസ്ലിങ്ങളാന്ന് പോലും ഇവിടുത്തെ ആളുകൾ ചിന്തിക്കാറില്ല, അവർ ഞങ്ങളെ ഹിന്ദുക്കളാന്ന് പോലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. എന്തിനാണ് വെറുതെ എൻ്റെ പ്രിയ സുഹൃത്തെ ഏതെങ്കിലും നാട്ടിൽ പോയി കുത്തിരുന്നിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പോലുള്ള ഈ ക്രിസംഖികളാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവനാക്കിക്കൊണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ എന്താ പറയാ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? നേരെ മതം മാറിയിട്ട് ഹിന്ദുക്കളാവുന്നേ, എന്നിട്ട് സോ കോൾഡ് ബ്ലഡി എന്താ പറയാ സംഘികളാവുന്നേ, തീവ്ര മതസ്ഥരായിട്ട് മുന്നോട്ട് പോകുന്നേ. അല്ല പിന്നെ എന്താ ഇതിനൊക്കെ പറയാ? പോർക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസംഷനുള്ള മീറ്റ് എന്ന് പറയുന്നത്. അത് ചിക്കനോ മട്ടനോ കിട്ടനോ ഒന്നും അല്ല. എടുത്ത് കണക്കെടുത്ത് നോക്ക്. ഇതിന്റെ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും രസകരമായ സംഭവം. അതായത് ഇവരെവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവർ നടപ്പിലാക്കും. പക്ഷെ ചിലയിടത്തൊക്കെ അടി കിട്ടിയാലുണ്ടല്ലോ ഒരു പേടിയും. അവിടെ ഏതെങ്കിലും ഒരു കടയിൽ ഇത് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ട് കർണാടക കുർഗില് ഒരിക്കലും അങ്ങനെ മുസ്ലിങ്ങൾ ബീഫ് വിൽക്കരുതെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട്, ബീഫല്ല പോർക്ക് വിൽക്കരുതെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അടി കിട്ടിയിട്ട് അവർ ഓടിപ്പിച്ചു. ഇപ്പൊ അവർക്ക് അവിടെ ബീഫ് പോലും കഴിക്കാൻ പറ്റുന്നില്ലാണ്. ഈ കൂർഗിലൊക്കെ താമസിക്കുന്ന ഏതെങ്കിലും ആളുകൾ, മലയാളം അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും കൂർഗിലുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന്. കാരണം ഇങ്ങനെ ഏതെങ്കിലും നാട്ടിലിരുന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഭീകരമായിട്ടുള്ള മതപ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഇസ്ലാമുകൾ മുസ്ലിങ്ങൾ ഭീകരമായിട്ട് ഹിന്ദുക്കളെ എങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് പറയുന്ന ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴേ ഇത് അറിയാതെയെങ്കിലും ചില ആളുകളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് യാഥാർത്ഥ്യം അറിയാത്ത മനസ്സിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. അവർ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണല്ലേ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചു കളയും. അത് എന്തോരം മോശമാണെന്ന് ആലോചിച്ച് അതൊരു വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. സുഹൃത്തുക്കളെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നേ. ഞാൻ ഇപ്പോഴും പറയുന്നത് ആലപ്പുഴക്കാര്, ഇദ്ദേഹം പറയുന്ന നാട്ടുകാര് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പോയിട്ട് ബീഫ് ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? എന്താ അവിടെ പ്രശ്നമുണ്ട്? പക്ഷെ കൂർഗിൽ നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ റോഡിലും വശത്ത് എഴുതി വെച്ചേക്കുന്ന കാണാം, ചിക്കനും പോർക്കും വിൽക്കപ്പെടും, അല്ലെങ്കിൽ പോർക്കും ചിക്കനും വിൽക്കപ്പെടും. ഒരിടത്ത് പോലും ബീഫ് വിൽക്കുന്നു എന്ന സംഭവം, അതായത് ഇവിടെ ബീഫ് കിട്ടും എന്ന സംഭവം അവിടെ ബോർഡില്ല. കാരണം അവന്മാർ അടിച്ചോടിച്ച് എന്താണ് ഒരു സംഭവം ഉണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പണ്ടെങ്കോ അവിടെ ഈ പോർക്ക് ഒന്നാമത് കൂർഗകള് അവരുടെ വിവാഹത്തിലാണെങ്കിൽ എല്ലാത്തിനും ഒരു പോർക്ക് കഴിക്കുന്ന ആൾക്കാര്. കാരണം പോർക്കാണ് അവന്റെ ഏറ്റവും വലിയ സ്റ്റൈലിഷ് ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ കൂർഗയുടെ പോർക്ക് ഉണ്ടാക്കുന്ന ശൈലിയും വ്യത്യാസം. നമ്മുടെ കൊടംപുള്ളിയുടെ അതിങ്ങനെ മാറ്റി ഒരു പ്രത്യേക ലായനി ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഇവര് വളരെ ടേസ്റ്റി ആയിട്ട് ഈ പോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതുണ്ടാക്കുന്നതിന്റെ പേരിൽ എത്രമാത്രം പോർക്ക് കഴിച്ചാലും നമുക്ക് മടി ഉണ്ടാകത്തില്ല. അതാണ് അവർ പറയുന്ന ഒരു കാരണം. ഒന്ന് രണ്ട് കൂർഗികളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പൊ പണ്ടുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, പണ്ട് ഇവിടെ ഈ പറയുന്ന ചില മതഭ്രാന്തന്മാര് കൂർഗികളുടെ പോർക്ക് കട നിർത്താൻ വേണ്ടി ശ്രമിച്ചു. പണ്ട് അവിടെ ബീഫൊക്കെ കിട്ടുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഉള്ളവൻ ഇമാരെ കയറി അടിച്ചങ്ങ് നിരത്തി. അവന്റെ ബീഫ് കടയെ അതുമെല്ലാം അടിച്ചു നിരത്തി. ഇപ്പോഴെവിടെങ്കിലും കടകളിൽ ബീഫ് ഉണ്ടെന്ന് അറിഞ്ഞാൽ, അതായത് ഇപ്പൊ മലയാളി നടത്തുന്ന ഒരു ചായക്കടയോ റെസ്റ്റോറന്റോ. അപ്പോ ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കഥ പറയുന്നത്. കുർഗില് പണ്ട് ബീഫൊക്കെ കിട്ടുമായിരുന്നു അത്രേ. മുസ്ലിങ്ങൾ അവിടെ ബീഫ് വിറ്റിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്ത് ഇവരതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർഗികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബീഫല്ല, അത് പോർക്കാണ്. അങ്ങനെ പോർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് അവർ കഴിക്കുന്ന സമയത്താണ് ഇവരതിൽ ഇടപെട്ടത്. മുസ്ലിങ്ങളായിട്ട് ഈ പോർക്ക് ഒഴിവാക്കുന്ന രീതിയിലാണ് ഇടപെട്ടത്.
അങ്ങനെ അത് ഇടപെട്ട സമയത്ത് ഈ അവിടുത്തെ കുറുക്കുകൾ എല്ലാവരും കൂടിയിട്ട് മുസ്ലിങ്ങൾ അടിച്ചോടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടിച്ചോടിപ്പിക്കുക മാത്രമല്ല, പിന്നീട് എന്താണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ബീഫ്, ആ ഒരു മാംസം അവരുടെ വിൽക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും കുറുകികൾ നടത്തുന്ന ചില ഹോട്ടലുകളും മറ്റും പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബീഫ് കിട്ടില്ല, അവിടെ അങ്ങനെ എഴുതി വെക്കുക പോലുമില്ല. അതേസമയം പോർക്ക് എന്ന് പറയുന്ന അവിടെ ധാരാളം കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, എനിക്ക് അറിഞ്ഞതും ഏറ്റവും കൂടുതൽ ലോകത്ത് വിറ്റഴിക്കുന്ന ബീഫൊന്നല്ല, അത് പോർക്ക് തന്നെയാണ്. പോർക്കാണ് ഏറ്റവും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം. ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്ന് അതാണ്. ഏറ്റവും ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങളിലും ഒന്ന് പോർക്ക് തന്നെയാണെന്ന് അറിയാം. നിങ്ങൾക്ക് ബൂം ബാങ്ക് എന്ന് പറയുന്ന ഒരു ആളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇതിനെ പറ്റിയുള്ള വിവരണമൊക്കെ അറിയാം. അത് സയന്റിഫിക് ആയിട്ട് എന്തുകൊണ്ട് പോർക്ക് ബീഫിനേക്കാൾ നന്നും ഏറ്റവും നല്ല ബെസ്റ്റ് എന്താ പറയുക മീറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് പോർക്ക് നിൽക്കുന്നതൊക്കെ അറിയാം. പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞ് മതപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അത് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട, പക്ഷെ മറ്റുള്ളവർക്ക് കഴിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന സംഗതിയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ എന്നെ ഇപ്പോഴും വലിയ സംശയം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള ഈ പറയുന്ന പോലത്തെ വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അത്തരം വിഷയത്തെ നമുക്ക് തീർച്ചയായിട്ടും തച്ചുടക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.